ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു മുറുക്കാണ് തയ്യാറാക്കുന്നത്. തക്കാളി മുറുക്കാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെയാണ് ഇത് വാങ്ങുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തക്കാളി മുറുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള 3 തക്കാളിയാണ്. അത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് പെട്ടെന്നൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണ്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തോലൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കട്ട് ചെയ്യരുത്. ആ തോല് മാത്രം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് വിടുകയേ ചെയ്യാവൂ കേട്ടോ. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളിയുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ തക്കാളിയുടെ തോലൊക്കെ ഇതിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തോൽ ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ തക്കാളി എല്ലാം ഒന്ന് സാധാരണ വെള്ളത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ദാണ്ട് ഇതേ രീതിയിലൊന്ന് തോലൊക്കെ നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ എടുക്കാം തോല്, ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് ആ ഒരു ചുവ മാറാൻ വേണ്ടിയാണ്. ഇനി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് പുതിനയിലയാണ്. ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് തരികളൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മുറുക്കിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ 1 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. കടയിൽ നിന്നും പാക്കറ്റിൽ മേടിക്കുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. ഇനി അരിപ്പൊടിയുടെ പകുതി അളവിൽ നമ്മൾ എത്രത്തോളം അരിപ്പൊടി എടുത്തോ അതിൻ്റെ പകുതി അളവിൽ ഞാൻ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കടലമാവ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി എടുത്തേക്കുന്നത് ചെറിയ ജീരകമാണ്. ഇതൊന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അരിപ്പൊടിയും കടലമാവും നമ്മൾ ചേർത്ത് കൊടുത്ത ഈ പൊടികളും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇതുപോലൊന്ന് പേസ്റ്റ് പരുവത്തിൽ നിന്ന് അരച്ചെടുക്കുകയോ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളിക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി മുറുക്കായതുകൊണ്ട് തന്നെ കുറച്ച് പുളി ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒരുപാട് കൂടി പോകരുത്. വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് പീച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പീച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് കട്ടായിട്ട് എണ്ണയിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു കണക്കിന് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന മുറുക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കുഴച്ചെടുത്തേക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. സേവനാഴിയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദാ മുറുക്കിൻ്റെ 2 അച്ചുണ്ട്. അതിലെ ഈ ഒരു അച്ചു വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലത്തെ സേവനാഴി ആവുമ്പോഴേ നമുക്ക് ഈ സേവനാഴിയുടെ അടിഭാഗം ഊരിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ചു മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് അച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഇട്ട് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സേവനാഴിയിൽ കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എണ്ണയൊന്നും ഗ്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദാണ്ട് നമ്മൾ മാവ് ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു സേവനാഴി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ദാണ്ട് ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിലിട്ട് ഒരുപാട് അങ്ങ് ചൂടാക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ എണ്ണ ചൂടാകാവൂ. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ദാണ്ട് ഇതുപോലെ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പീച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ തവണ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. കാരണം എണ്ണയുടെ ചൂട് നമുക്കൊന്ന് അറിയാനായിട്ട്. അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ദാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ
ഇതുപോലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ ഇതിലേക്ക് എണ്ണ കയറിയിട്ട് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഇട്ടത് കുക്ക് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഒരു വശം ഒന്ന് ആയി വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു പതയൊക്കെ ഒന്ന് മാറിയിട്ട് പത കുറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഫ്രൈ ആയിട്ട് വന്നെന്ന്. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് കോരി വെച്ച് കഴിയുമ്പോഴേ കുറച്ചുകൂടി ഇതിരുന്ന് മൂത്ത് കിട്ടും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് കോരിയെടുക്കാനായിട്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒന്നുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ട ഒരെണ്ണം ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അടുത്തതും കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് എടുക്കണം. ഇത് തക്കാളി മുറുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാലയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്താലും മതി കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു തക്കാളി മുറുക്കിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.